ഹലോ, ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് ഗാന്ധിജിയെ കുറിച്ച് എത്രമാത്രം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അറിയാന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു ക്വിസ് ആയിട്ട് നമുക്ക് നടത്തി നോക്കാം കേട്ടോ. നിനക്ക് ഗാന്ധിജിയെ കുറിച്ച് എന്തൊക്കെ അറിയാന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഗാന്ധിജിയുടെ പൂർണ്ണനാമം? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 10 രൂപ എടുത്തോ. ഓക്കെ, ഗ്രേറ്റ്. സത്യാഗ്രഹം ആദ്യമായി ഗാന്ധിജി ഏത് രാജ്യത്താണ് ആരംഭിച്ചത്? സൗത്ത് ആഫ്രിക്ക അല്ലേ? അതെ, ശരിയാണ്. പഠിച്ചതാ. പിന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? രാഷ്ട്രീയ ഗുരു രാഷ്ട്രീയ ഗുരു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയോ? അല്ലേ? അല്ലല്ല, അതൊന്നല്ല. സ്കിപ്പ് അടിക്കണോ? അതോ സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാല് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് 30 രൂപേന്റെ ഇതാണ്. പക്ഷെ നമുക്ക് അതിന് 15 രൂപ കിട്ടുള്ളൂ. നമുക്ക് സ്കിപ്പ് അടിക്കാം. ഓക്കെ. ഗാന്ധിജിയുടെ ജനനവർഷം ഏതാണ്? ജനനവർഷം 1869. 869 ഒക്ടോബർ 2. ഗ്രേറ്റ്. 15 രൂപ കേട്ടോ ഇതിന് കിട്ടുക. ഓക്കെ, 5 രൂപ. 5 രൂപ പിന്നെ തരാം. ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ്? ഗുജറാത്തിലെ പോർബന്ദർ. ശരിയാണ് അല്ലേ? ശരിയാണ്. 40 രൂപ. ഓക്കെ, ഗ്രേറ്റ്. ഐവിൻ 5 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഗ്രേറ്റ് ഐവിൻ. നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ, രണ്ടാമത്തേന് ഉത്തരം പറഞ്ഞാൽ 1 രൂപ, മൂന്നാമത്തേന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപ. അങ്ങനെ ഓരോന്നിന് 40, 50 രൂപ വെച്ച് ലാസ്റ്റ് 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 50 രൂപ. മനസ്സിലായോ? ഗാന്ധിജി റിലേറ്റഡ് ചോദ്യങ്ങളാട്ടോ. ഗാന്ധിജിയുടെ പൂർണ്ണ നാമം എന്തെന്നറിയോ? അറിയാമോ ഗാന്ധിജിയുടെ പൂർണ്ണ നാമം? അത് തന്നെടാ, കറക്റ്റടാ. 10 രൂപ എടുത്തടാ. എടാ, പിന്നെ അടുത്തത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം? ഗുജറാത്തില്. ഗുജറാത്തില് എടാ, ഗുജറാത്തിൽ എവിടെയാന്ന് അറിയോ? ഇല്ലടാ, എന്നാലും നീ ഗുജറാത്ത് എന്ന് പറഞ്ഞല്ലോ. 20 രൂപ എടുത്തോളാ. എടാ, ഗാന്ധിജിയെ കൊന്ന ആളുടെ പേരെന്താന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? നോ? എടാ, ഗോഡ്സെ, നാഥൂറാം ഗോഡ്സെ. ഞാൻ എന്തായാലും നിങ്ങളോട് 5 ചോദ്യം ചോദിക്കാം. എന്തെങ്കിലും അറിയോ നോക്ക്. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? അറിയോ? കരംചന്ദ് ഗാന്ധി. ഓക്കെ, പറഞ്ഞോട്ടോ, ഉത്തരം പറഞ്ഞോട്ടോ. എടാ, 40 രൂപ എടുത്തോളാം. അല്ല, 40 രൂപ. മൂന്നാമത്തെ ചോദ്യം അല്ലേ ഉത്തരം പറഞ്ഞ? 30 രൂപ കേട്ടോടാ. എടാ, ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം ഏതാണെന്നറിയോ? 98 അല്ലടാ. എത്ര? അല്ല, ഒരാൾക്കും കൂടി ഒരു ഉത്തരം കൂടി പറയാം. എത്ര? 1920 അല്ലടാ. എന്തായാലും ഒരു 5 ഉത്തരങ്ങളിൽ 3 ഉത്തരം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് എന്തൊക്കെ അറിയാന്നുള്ളത് നമുക്ക് അതിനനുസരിച്ച് ഓരോ ചോദ്യത്തിന് 10 രൂപ, രണ്ടാമത്തെ ചോദ്യത്തിന് 20 രൂപ, മൂന്നാമത്തെ ചോദ്യത്തിന് 30 രൂപ. അങ്ങനെ ഓരോ 5 ചോദ്യങ്ങളാണ് ടോട്ടൽ ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? കരംചന്ദ് ഗാന്ധി. യെസ്, ശരിയായിരിക്കുന്നു. അതിനെക്കുട്ടി പഠിച്ചു വന്നിരിക്കുകയാണ് തോന്നുന്നു. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഓക്കെ, അതിനെക്കുട്ടിക്ക് 20 രൂപ കിട്ടിയിരിക്കുന്നു. ഓക്കെ. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷവും തീയതിയും? 1948 ജാനുവരി 30. ശരിയായിരിക്കുന്നു. അതിനെക്കുട്ടി എവിടെ ഇത്ര മാത്രം പഠിച്ചത്? അതിനെക്കുട്ടി മൂന്നാമത്തെ ചോദ്യത്തിന് 30 രൂപ. ഞാൻ 30 ആയിട്ട് എടുക്കാം. 30 ആയിട്ട് എടുത്തോളൂ. ഓക്കെ.
നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത്? കസ്തൂർബ ഗാന്ധി. അതിലൂടെ എടുക്കാനായിട്ട് നിൽക്കുക. ഇതിന് 40. 40 രൂപ. ഗാന്ധിജിയെ രാജപിതാവ്, ഗാന്ധിജിയെ രാജ്യപിതാവ് എന്ന് വിളിച്ചത് ആര്? ഞാൻ ആലോചിക്കാൻ സമയം. ആലോചിക്കാൻ സമയമുണ്ട്, ഒരു 30 സെക്കൻഡ്. രാജ്യപിതാവ്. അതായത് ഗാന്ധിജിയെ സുഭാഷ് ചന്ദ്രബോസ് ആണോ? യെസ്, ശരിയായിരിക്കുന്നു. 50 രൂപ. അതിൽ കൂടി എല്ലാം ശരിയാക്കിട്ടോ. കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞു. ഗാന്ധിജിയെ കുറിച്ച് നിനക്ക് എത്രമാത്രം അറിയാന്നുള്ളതാണ് കേട്ടോ. കാരണം ഓരോ ചോദ്യത്തിനും 10, ഒന്നാമത്തെ ചോദ്യത്തിന് 10, 20, 30, 40, 50 കേട്ടോ. അങ്ങനെ കേട്ടോ. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഓക്കെ, ശരിയായ ഉത്തരവാണ്. 10 രൂപ. ആയിരുന്നു ഗാന്ധിജിയെ കുറിച്ചൊക്കെ അറിയാലേ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ആത്മകഥയുടെ പേരെന്ത്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ഗ്രേറ്റ്. അതല്ല ഉത്തരം. അടുത്ത ഉത്തരത്തിലേക്ക് പോവാം. ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത്? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്? കസ്തൂരി. കസ്തൂരി? കസ്തൂരി? കസ്തൂരി ഗാന്ധി. കസ്തൂരി ഗാന്ധിയോ? കസ്തൂരി ഗാന്ധി അല്ല, കസ്തൂർബ ഗാന്ധി. എന്നാലും അയറിനെ അത്ര പറഞ്ഞു കേട്ടോ. ഓക്കെ, യു ഗോട്ട് 20 rupees. ഓക്കെ. പിന്നെ ഗാന്ധിജി നിയമം പഠിച്ച രാജ്യം ഏത്? ഗാന്ധിജി നിയമം പഠിച്ച രാജ്യം? അമേരിക്ക. അമേരിക്ക അല്ല അയറിന്, ലണ്ടൻ ആണ്. തെറ്റ്. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയെ കൊന്ന ആളുടെ പേരെന്ത്? കൊന്ന എന്ത് വെച്ചാന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ഉത്തര ചോദ്യം അതല്ലല്ലോ. ഗാന്ധിജിയെ കൊന്ന ആളുടെ പേര്? ഗാന്ധിജിനെ കൊന്നാരാ? നാഥൂറാം ഗോഡ്സെ എന്ന് പറയുന്ന ആളാട്ടോ. ഒന്ന് ലാസ്റ്റ് ചോദ്യം, ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏതാണ്? ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെ? ഇന്ത്യയിൽ ഗുജറാത്ത്. യെസ്, കറക്റ്റ്. ഓക്കെ, ഗ്രേറ്റ്. ആയിരുന്നു 30 രൂപ ഇട്ടിരിക്കുന്നു. 10 കൂടി എടുത്തോ. ഓക്കെ, ഗ്രേറ്റ്. അയറ് 5 ചോദ്യങ്ങളിൽ 3 ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഗുഡ് ആയിരുന്നു. എളുപ്പമുള്ള ചോദിക്കാറുള്ളൂ. എളുപ്പമുള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്ത്? പുത്ലിബായി. പുത്ലിബായി. ചിറ്റയ്ക്ക് 10 രൂപ ഇട്ടിരിക്കുന്നു. പിന്നെ ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? കരംചന്ദ് ഗാന്ധി. ഓക്കെ, ഗ്രേറ്റ്. എളുപ്പമുള്ള ചോദിക്കാം. അങ്ങനെ എളുപ്പമുള്ള ചോദിച്ചാൽ കിട്ടും. ഗാന്ധിജിയെ രാജ്യപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര്? അത് ഗോപാലകൃഷ്ണ ഗോഖലെ. അല്ല, ഗാന്ധിജിയെ രാജ്യപിതാവ് എന്ന് വിളിച്ചതാര്? അതാരായിരുന്നു? മറ്റേ ഓപ്ഷൻസ് ആണോ? ഓപ്ഷൻ പറയൂ. ഓപ്ഷൻസ് ഇല്ല. മറ്റേ ഇതാണ് എന്താണ്? വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ അല്ലേ? രാജ്യഗുരു എന്ന് വിളിച്ചത് മറന്നുപോയി. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ്. ഗ്രേറ്റ്. ചിലക്ക് 30 രൂപ ഇട്ടിരിക്കുന്നു. 30 രൂപ 10 രൂപ തിരിച്ചു വെച്ചാൽ കേട്ടോ. ഓക്കെ. പിന്നെ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിലെ ഏത് നേതാവ് തന്റെ സമരത്തിന് നേതൃത്വം നൽകി? ഏതൊക്കെ നേതാക്കന്മാരാണ്? അതാരാപ്പത്? ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിലെ ഏത് നേതാവ് തന്റെ സമരത്തിന് നേതൃത്വം നൽകി? രണ്ടുപേരുണ്ട്. അതില് ഗാന്ധിജിയായിട്ട് അടുത്ത ഇതുള്ള ആളാണ്. ഈശ്വര, അറിയോ? ഇന്ത്യ ആണോ വിദേശാണോ? വിദേശത്തുള്ള. ഓ, ഗാന്ധിജിയുടെ അടുത്ത സുഹൃത്ത് ആളാണെന്ന് അറിയാം. ഓ, അവര് സുഹൃത്തുക്കളെന്ന് വെല്ലുപ്പെടുത്തല്ല. അപ്പൊ അതിനെ ഉത്തരം ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്തത്, ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ലോകത്തിലെ ഏത് ദിനമായാണ് ആചരിക്കുന്നത്? അത് പീസുമായിട്ടില്ല. അപ്പൊ പിന്നെ അഹിംസ. ശരിക്കും 40 രൂപ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം പോയി.
അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിലെ ഏത് നേതാവ് തന്റെ സമരത്തിന് നേതൃത്വം നൽകി? അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്ക്. അപ്പൊ നമുക്ക് അറിയാലോ എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത്. ഓക്കെ, ബൈ.